ബാക്ടീരിയ കൊണ്ട് മാത്രമല്ല മെനിഞ്ചൈറ്റിസ് വരുന്നത്. ബാക്ടീരിയ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ബാക്ടീരിയ കൊണ്ടും വൈറസ് കൊണ്ടുമാണ്. അത് കൂടാതെ ഫംഗൽ ഇൻഫെക്ഷൻസ് ആയിട്ടും, അതായത് ഇപ്പോൾ ചില രോഗികൾ ഇപ്പം എസ്പെഷ്യലി HIV, എയ്ഡ്സ് അതിൻ്റെ മരുന്നുകൾ കഴിക്കുന്ന ആളുകളിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ, അതായത് ഇപ്പം റീനൽ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത രോഗികൾ, അവർക്കൊക്കെയാണ് കൂടുതലായിട്ടും അങ്ങനത്തെ മെനിഞ്ചൈറ്റിസുകൾ വരാറ്. സാധാരണ കോമൺ ആയി നമ്മൾ കമ്മ്യൂണിറ്റിയിൽ വരുന്നത് ബാക്ടീരിയലും വൈറലുമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇത് കൂടാതെ പാരസൈറ്റ്സ്, ഇപ്പം അമീബ കൊണ്ടുണ്ടാകുന്നതെല്ലാം പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്. അപ്പം ഇങ്ങനെയുള്ള ഈ കടുത്ത പനി, തലവേദന, ഛർദി ഇതെല്ലാമായിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ തൊട്ടടുത്തുള്ള ഫിസിഷ്യനെ കാണിക്കുക. അത് ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ന്യൂറോളജിസ്റ്റിന്റെ സഹായം തേടേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയായിരിക്കും ഡോക്ടർ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലൂയിഡ് അതിന് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഫ്ലൂയിഡിൽ ഈ ഇൻഫെക്ഷൻ, നമ്മുടെ ഈ അണുബാധ ഈ മെനിഞ്ചസ് ആവരണത്തിനുണ്ടാകുമ്പോൾ അത് ഈ ഫ്ലൂയിഡിലോട്ടും അത് പകരും. അപ്പം ആ ഫ്ലൂയിഡ് നമുക്ക് ടെസ്റ്റിന് എടുക്കാം. പക്ഷേ അത് നമുക്ക് തലച്ചോറിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇതേ ഫ്ലൂയിഡ് തന്നെയാണ് താഴോട്ട് സ്പൈനൽ കോഡിന് ചുറ്റും അങ്ങ് താഴറ്റം വരെ ഇതേ ഫ്ലൂയിഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, താഴോട്ട് തുടരുന്നത്. അപ്പോൾ നമുക്കിത് രണ്ട് നട്ടലിൻ്റെ ഇടയിലുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സ്പേസിൽ കൂടെ ഒരു ചെറിയൊരു സൂചി കടത്തി വിട്ട് നമുക്ക് ആ ഫ്ലൂയിഡ് പരിശോധനയ്ക്ക് എടുക്കാൻ പറ്റും. അത് കുഞ്ഞു കുട്ടികളിൽ വരെ ചെയ്യുന്നതാണ്. ചെറിയ കുട്ടികളിൽ വരെ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകും. ന്യൂ ബോൺസ്, ജനിച്ച ഉടനെയുള്ള ശിശുക്കൾക്ക് വരെ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് അതങ്ങനെ. ആ പ്രൊസീജിയർ സൂക്ഷ്മതയോടെ ചെയ്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും